ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പെഷ്യൽ കോംബോ റെസിപ്പി ആയിട്ടാണ്. തന്തൂരി അടുപ്പും അല്ലാന്നുണ്ടെങ്കിൽ ഓവണൊന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്തൂരി റൊട്ടി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കിടിലൻ ഗാർലിക് ചിക്കൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടുനോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. നമുക്ക് അതിൽ തന്തൂരി റൊട്ടി റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഇതാ 1 കിലോ മൈദ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 കിലോ എടുക്കുക കേട്ടോ. ഞാനിപ്പം 250 ml കപ്പിൽ 4 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അപ്പം ഈ 1 കിലോ മൈദ വെച്ചിട്ട് നമുക്കൊരു 12 തന്തൂരി റൊട്ടിയെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാ മൊത്തത്തിൽ മിക്സ് ആക്കി എടുക്കുക. പിന്നെ നിങ്ങൾ 1/2 കിലോ മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പിന്നിലെ ആട്ടപ്പൊടി വെച്ചിട്ടും സെയിം ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിനിപ്പോൾ ഇതാ ഞാൻ 1.5 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്കില്ലേ ഒരു 1/4 കപ്പ് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തൈരാണ്. എല്ലാം കൂടി മിക്സ് ആക്കിയെടുക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1/2 കിലോ മൈദയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം പകുതിയായിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിൽ ആ ഒരു പഞ്ചസാരയെല്ലാം മെൽറ്റാകുന്ന രീതിയിൽ മൊത്തത്തിൽ ഞാൻ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇളം ചൂട് പാലന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു മിക്സിയിൽ നമ്മുടെ മൈദാൻ്റെ മിക്സിയിലിട്ടിട്ട് ഒന്ന് നല്ലോണം കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കെല്ലാം കുഴക്കൂലേ, അതുപോലെ കൈവച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിന് മുകളിലിട്ടിട്ടും നല്ലോണം കുഴച്ചെടുക്കുക. നമ്മളിലെ എന്ത് റൊട്ടി റെഡിയാക്കുന്നുണ്ടെങ്കിലും ചപ്പാത്തി ആയാലും കുബൂസ് ആയാലും എന്താണെങ്കിലും റെഡിയാക്കുന്നുണ്ടെങ്കിൽ നല്ലോണം മാവ് സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതാ ഞാൻ കുറച്ചായിട്ട് ആ ഒരു പാലിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കലാണ്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ നല്ല സോഫ്റ്റായിട്ട് കൗണ്ടർ ടോപ്പിന് മുകളിലെല്ലാം ഇട്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കറക്റ്റ് 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ക്ലീം റാപ്പ് പൊതിഞ്ഞിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നനഞ്ഞ തുണി കോട്ടൺ ക്ലോത്ത് ഉണ്ടാവില്ലേ അത് പൊതിഞ്ഞിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മൂടി അടപ്പ് വെച്ചിട്ട് പൊത്തി വെക്കാം കേട്ടോ. 1 മണിക്കൂർ ഇതുപോലെ റെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ഗാർലിക് ചിക്കൻ റെഡിയാക്കുക. അതിനായിട്ട് ഇതാ ഞാൻ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ചിക്കൻ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇതിപ്പം 2 ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഞാൻ അങ്ങനെ എടുത്തതാണ് കട്ടാക്കിയിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്കില്ലേ എഗ് വൈറ്റില്ലേ മുട്ടൻ്റെ വെള്ള അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് കുരുമുളക് ക്രഷ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ തന്നെ സോയാ സോസ്, 2 ടേബിൾ സ്പൂണ് ഓയിൽ, ഏത് ഓയിലായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1/2 കപ്പിലും കുറവ് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം അളവ് നിങ്ങൾ ചിക്കൻ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചെല്ലാം എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞ കറക്റ്റ് അളവ് എടുക്കണ്ട. നിങ്ങൾ ചിക്കന് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ച് കൂട്ടിയെടുക്കുക, കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നെങ്കിൽ വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിതാ പാന് ചൂടാക്കി അതിലേക്ക് ഓയിൽ വെച്ചിട്ടുണ്ട്. കുറച്ചധികം ഓയിൽ നമ്മൾ ചിക്കൻ പക്കോടെല്ലാം ഫ്രൈ ആക്കി എടുക്കൂലേ അതുപോലെ ഇത് ഫ്രൈ ആക്കി എടുക്കുക. 2 ഭാഗം ഒരുപോലെ കുക്കായിട്ട് വരുമ്പം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ 1 മുട്ടൻ്റെ എഗ് വൈറ്റാണ് കേട്ടോ എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ ചിക്കന് കുറച്ച് കൂടുതലെല്ലാം എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും കൂട്ടിയും കുറച്ചെല്ലാം എടുക്കാം. എന്താ പറയുക, കുറവെടുക്കുന്നെങ്കിൽ അങ്ങനെ കുറച്ചെടുക്കാം. അപ്പോൾ ഇതാ 2 ഭാഗവും ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് കുക്കാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു സോസ് റെഡിയാക്കണം. അതിനായിട്ട് ഇതാ ടൊമാറ്റോ പ്യൂരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് പുറത്തുനിന്ന് വാങ്ങിയതാണ്. നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല, ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണും റെഡ് ചില്ലി സോസില്ലേ ചില്ലി സോസ് അതെടുക്കുക. 1 ടേബിൾ സ്പൂണ് സോയാ സോസ് എടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് കെച്ചപ്പും കൂടി എടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ശർക്കര വെല്ലം എല്ലാം ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുക്കുക പൊടിച്ചത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂണ്
എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. പിന്നെ ടൊമാറ്റോ പ്യൂരി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കില്ലേ 2 തക്കാളിയിലെ വെള്ളം കൂട്ടാണ്ട് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ. എന്നിട്ട് അത് അരിച്ചെടുക്കുക. എന്നിട്ട് ഒരു പാനിലിട്ട് ചൂടാക്കുക. അതിലേക്ക് അരമുറി ചെറുനാരങ്ങയും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കുറുകി വന്നാൽ ടൊമാറ്റോ പ്യൂരി റെഡിയാവും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ കെച്ചപ്പ് ഉണ്ടാവില്ലേ, കെച്ചപ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു 1/2 കപ്പ് കെച്ചപ്പ് എടുത്താലും കുഴപ്പമില്ല. ടൊമാറ്റോ പ്യൂരി ആകുമ്പം കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാനില്ലേ ഇത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സോസ് റെഡിയാക്കിയതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ഒരു 1/2 കപ്പോളം ഒരു 4 ടേബിൾ സ്പൂണോളം എന്താ പറയുക ടൊമാറ്റോ പ്യൂരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചിക്കന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ പാനിൽ ബാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കില്ലേ ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിൻ്റെ സ്മെല്ല് മാറിക്കഴിഞ്ഞാലില്ലേ ഇതിലേക്കില്ലേ വറ്റൽ മുളകും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളിയിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വരില്ലേ, അതുവരെ. നമുക്ക് ഈ ഓയിൽ തന്നെ ചേർക്കണമെന്നില്ല, നമുക്കൊരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഓയിലല്ലേ ചേർത്ത് കൊടുത്തേ, അതിന് പകരം ബട്ടർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതാ ഞാൻ എന്താ പറയുക ഒരു 5 വറ്റൽ മുളകും 6 or 7 പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ടൊമാറ്റോൻ്റെ ആ ഒരു സോസില്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തക്കാളി നല്ലോണം അരച്ചിട്ട് വെള്ളം ചേർക്കാണ്ട് അരിച്ചെടുത്തിട്ട് കുറച്ച് ചെറുനാരങ്ങയും പിഴിഞ്ഞ് കുറുക്കിയെടുത്താൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ടൊമാറ്റോ പ്യൂരി ഷോപ്പിലെല്ലാം വാങ്ങാൻ കിട്ടും, അങ്ങനെ വാങ്ങിയാലും കുഴപ്പമില്ല. വീട്ടിലില്ലാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കാണ്ട് നിൽക്കണ്ട, തക്കാളി എടുത്താലും മതി. ഇനിയിപ്പോൾ ഇതാ ഈ സോസും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുന്ന ടൈമിലേ നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കനും കൂടി ഇതിലിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇല്ലേ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. പക്ഷേ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല, കാര്യം വീട്ടിൽ കുട്ടികളെല്ലാം കഴിക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട്. അല്ലാന്നുണ്ടെങ്കിലും നല്ലൊരു കളർ ഉണ്ടാവും കേട്ടോ ഇതിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് സ്പ്രിംഗ് ഓണിയൻ, അതും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. നമ്മളിപ്പം പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യുമ്പം കാണാൻ നല്ല മൊഞ്ചുണ്ടാവും. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ക്രഷ് ചെയ്ത കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ആ ഒരു സോസിലെ മൊത്തത്തിൽ ചിക്കനിൽ പിടിച്ച് വരുന്ന രീതിയിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഓയിലല്ലേ ഒഴിച്ചേ, ബട്ടർ ഇട്ടിട്ടാണ് നമ്മളിത് കുക്കാക്കി എടുക്കുമ്പം അതിലും ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഇത് നമുക്ക് പാർട്ടിയിലോ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും ഹസ്ബൻഡിനെല്ലാം ഡിന്നറിനെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളിയായിട്ടോന്ന്. അതുപോലെ തന്നെ ഇത് സ്റ്റാർട്ടറായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്കിപ്പം പാർട്ടിയിലൊരു സ്റ്റാർട്ടറെല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിലെല്ലാം പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ടറായിട്ട് കഴിക്കുന്ന ഒരൈറ്റവും കൂടിയാണിത്. അവസാനമായിട്ട് ഇത് ഞാൻ സെർവ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി കട്ടാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കാം. കുറച്ച് മധുരയിൽ ഇഷ്ടപ്പെടുന്നവർ എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. കുറച്ച് മധുരമുള്ള ഒരു ടേസ്റ്റാണ് അതിനുണ്ടാവുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ എന്താ പറയുക റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലേ, എന്താ പറയുക തന്തൂരി റൊട്ടിക്ക് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലേ, അത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഓരോരോ ബോൾസ് ആക്കി എടുക്കുക. നിങ്ങൾക്ക് എത്ര വലിപ്പത്തിൽ വേണോ അതിനനുസരിച്ച് ബോൾസ് ആക്കി എടുക്കുക. സാധാരണ ഗൾഫിലെല്ലാം തന്തൂർ റൊട്ടി ഉണ്ടാവല് വലിയ സൈസിലായിരിക്കും. അതിൻ്റെ ബാക്കിൽ ക്രാക്കെല്ലാം വീണിട്ട് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അവർ തന്തൂരി ഓവണിൽ അല്ലാന്നുണ്ടെങ്കിൽ തന്തൂരി അടുപ്പിലല്ലേ ഉണ്ടാക്കുക. നല്ല സ്മെല്ലും ടേസ്റ്റി ആയിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം പലപ്പോഴും ആ ഒരു ക്രിസ്പിനെസ്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ ഓവണമൊന്നും ഇല്ലാണ്ട് ഈ തന്തൂർ റൊട്ടി റെഡിയാക്കാമെന്നാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ചപ്പാത്തി പലകയിലെ കുറച്ച് എന്താ പറയുക മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മൾ കുബൂസിനെല്ലാം പരത്തിയെടുക്കൂലേ, അതുപോലെ എല്ലാ ഭാഗവും ഒരുപോലെ ആവുന്ന രീതിയിൽ ഇത് പരത്തിയെടുക്കുക. ഒരു ഭാഗം കട്ടി കൂടുതൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം തിന്നായിട്ടും തിക്കായിട്ടും അങ്ങനെ പരത്തിയെടുക്കാൻ പാടില്ല. എല്ലാ ഭാഗവും ഒരുപോലെ വരുന്ന രീതിയിൽ പരത്തിയെടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് കറുത്ത എള്ള് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ടാക്കിയതും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചെയ്തെടുക്കുക കേട്ടോ. പക്ഷേ നമ്മൾ പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യുമ്പം ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. എന്നിട്ട് ഇതാ ഇതിന് മുകളിലായിട്ട് വീണ്ടും ഞാനൊന്ന് പരത്തിയെടുക്കലാണ്, അതിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഒരുപോലെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കാം.
ഇനിയിപ്പോൾ ഇതാ ഈ ഒരു മാവിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ കുറച്ചധികം വെള്ളം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു മാവ് നമ്മളിപ്പം പരത്തിയെടുത്ത ഈ ഒരു സംഭവമില്ലേ, അതിൻ്റെ അടിയിലായിട്ട് ഞാൻ കുറച്ചധികം വെള്ളം തന്നെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടായി വന്ന തവയിലേക്ക് ഇതിട്ട് കൊടുക്കുക. നല്ലോണം പൊങ്ങി വരും കേട്ടോ. ഇങ്ങനെ പൊങ്ങി വരുന്ന ടൈമിലേ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഡയറക്റ്റ് ഫ്ലെയിം കാണുന്ന രീതിയിൽ ഫ്ലെയിമിൽ എന്താ പറയുക, ഡയറക്റ്റ് ഈ ഒരു തീ ആ ഒരു റൊട്ടിക്ക് കൊള്ളുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. സത്യം പറഞ്ഞാലില്ലേ പ്ലെയിൻ ആയിട്ടുള്ള തവയിലാവുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ, നോൺ സ്റ്റിക്കി ആയിട്ടുള്ള തവയേ ഉള്ളൂ. സ്റ്റിക്കി ആയിട്ടുണ്ടാകുന്ന തവ ഉണ്ടാവില്ലേ, അതിലാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. അപ്പം മുകൾ ഭാഗം നല്ലോണം ഈ ഒരു കളറിലായി കഴിഞ്ഞാൽ ഇതിന് മുകളിൽ കുറച്ച് ബട്ടർ പരട്ടി കൊടുക്കുക. പിന്നെ ഈ ഒരു സംഭവമില്ലേ, ഈ റോട്ടി തവയിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഉണ്ടാവുക. നമ്മൾ കുറച്ച് കട്ടിയുള്ള കയ്യിൽ എടുത്തിട്ടില്ലേ ഇതൊന്ന് ഇളക്കിയിട്ട് വേണം എന്താ പറയുക എടുക്കാൻ വേണ്ടിക്ക്. എന്നാലാണ് പെർഫെക്റ്റ് ആ ഒരു ക്രാക്കെല്ലാം വീണ ടൈപ്പിൽ ബാക്ക് സൈഡ് ഉണ്ടാവുക. നമ്മൾ തന്തൂർ റൊട്ടി കഴിക്കുമ്പം പുറത്തുനിന്നെല്ലാം കഴിച്ചവർക്ക് അറിയുണ്ടാവും ബാക്കിൽ കുറച്ച് ഹോൾസ് എല്ലാം വീണ ടൈപ്പിലെല്ലാം ഉണ്ടാവുക. അങ്ങനെ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ഞാനിപ്പോൾ ഇതാ പരത്തി വെച്ച മാവ് ചൂടായി വന്ന പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുക്കറിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുക്കറിൽ ചെയ്യുക. സ്റ്റീലായിട്ടുള്ള ഐറ്റംസ് ഇല്ലാന്നുണ്ടെങ്കിൽ തവ ഉണ്ടാവില്ലേ, നമ്മൾ നാടൻ തവ ഉണ്ടാവില്ല ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ്, അതിൽ കുറച്ച് വെള്ളം കുടഞ്ഞിട്ടാണ് ഇത് ശരിക്കും ചെയ്തെടുക്കേണ്ടത്. നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്തെടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകിൽ കുക്കറിൽ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്താ പറയുക സ്റ്റീലായിട്ടുള്ളതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിക്കി ആയിട്ടുള്ള പാനെല്ലാം ഉണ്ടാവില്ലേ അതിൽ ചെയ്തെടുക്കുക കേട്ടോ. ഓയിൽ പരട്ടി കൊടുക്കാണ്ട്. എന്നിട്ടിതാ നല്ലോണം പൊങ്ങി വന്നതിനാലില്ലേ അത് തീയിൽ ഇങ്ങനെ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ എന്താ പറയുക ഒന്ന് തീ ആ ഒരു റൊട്ടിക്ക് കൊള്ളുന്ന രീതിയിൽ ചെയ്തെടുക്കുക. കളർ ഇതുപോലെ ചേഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിൽ ഇതിന് മുകളിൽ ബട്ടർ പറ്റി കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല ഹാർഡായിരിക്കും കേട്ടോ. നമ്മൾ നല്ലോണം പ്രസ് ചെയ്തിട്ട് വേണം ഇത് പാനിൽ നിന്നും മാറ്റാൻ വേണ്ടിക്ക്. അടിഭാഗം എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ. ഞാൻ കാണിച്ചു തരാം അടിഭാഗം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യേണ്ട. കാസ്റ്റ് അയണ്ടെല്ലാം ഉണ്ടാവില്ലേ അതുപോലത്തെ കുറച്ച് ഹാർഡായിട്ടുള്ള പാൻ ഉണ്ടാവില്ലേ, ട്രഡീഷണൽ ആയിട്ടുള്ള പാനൽ എന്താ പാനല്ല തവ എല്ലാം ഉണ്ടാവില്ലേ അതിലാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇതുണ്ടല്ലേ അടിഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ തന്തൂരി ഓവണിൽ അല്ലാന്നുണ്ടെങ്കിൽ അടുപ്പിലെല്ലാം ചെയ്യുന്ന രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് അടിഭാഗം കുക്കായിട്ട് വന്നിട്ടുണ്ട്. അടിഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടാണ് ഈ ഒരു തന്തൂർ റൊട്ടി ഉണ്ടാവുക. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. തന്തൂരി ഓവണും അടുപ്പും ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്കൊരു കുക്കറോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ തവയോ ഇല്ലാന്നുണ്ടെങ്കിൽ കാസ്റ്റ് ചെയ്യാണ്ടെല്ലാം തവ ഉണ്ടാവില്ലേ ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പ് തവ, അതിൽ ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ സാധാ ദോശയെല്ലാം ഉണ്ടാക്കുന്ന ഒരു കറുപ്പ് സംഭവമില്ലേ, ഒരു ദോശ ഉണ്ടാക്കുന്ന നാടൻ ദോശയെല്ലാം നമ്മൾ ഉണ്ടാക്കലില്ലേ, അതിനെന്താ പറയുന്നത് എനിക്കറിയില്ല, സോറി. ആ ഒരു സംഭവത്തിലെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെടുക്കാണ്ടുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ ഇത് ഒരു കുർക്കുമാസിൻ്റെ തവ ഉണ്ടായതുകൊണ്ട് പിന്നെ അതിലങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ആക്കുമെന്ന് വിശ്വസിക്കുന്നു. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള തന്തൂർ റൊട്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുക. ഇതുപോലെ തന്നെ ആട്ടപ്പൊടിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ പെർഫെക്റ്റ് ആയിട്ട് പോവുക ബട്ടർ ചിക്കനാണ് കേട്ടോ. ബട്ടർ ചിക്കൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇർഫാന ഷംഷീർ ബട്ടർ ചിക്കൻ റെസിപ്പി എന്നെല്ലാം നിങ്ങൾ ടൈപ്പ് ചെയ്തതിനാലും നിങ്ങൾക്ക് കിട്ടും. ഇതായാലും അടിപൊളി തന്നെയാണ്, ഗാർലിക് ചിക്കൻ ആയാലും. പക്ഷേ ഏറ്റവും ടേസ്റ്റ് ബട്ടർ ചിക്കനാണ്. നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.